നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പാർട്ടി പിളരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 80 MLA-മാരാണ് ഉള്ളത്. അതിൽ 50 പേർ ഒരു പ്രത്യേക ഗ്രൂപ്പായി നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മഹാരാഷ്ട്രയിൽ അവർ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ ശിവസേനയിൽ നടത്തിയെടുത്തിരുന്നു. ഏകനാഥ് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരെ നൽകിയിട്ടാണ് നേരത്തെ മഹാരാഷ്ട്ര വികാസ് അഗാദി സഖ്യത്തെ തകർത്തുകൊണ്ട് BJP അധികാരം പിടിച്ചെടുത്തത്. ഇപ്പോഴും മഹാരാഷ്ട്രയിൽ BJP ഭരണമാണുള്ളത്. BJP ശിവസേന ഭരണമാണുള്ളത്. മുഖ്യമന്ത്രി BJP-യും ഉപമുഖ്യമന്ത്രിമാരാണ് ശിവസേനയുടെയും അതേപോലെ തന്നെ NCP-യുടെ നേതാക്കന്മാർ. അതേപോലെ മഹാരാഷ്ട്രയ്ക്ക് സമാനമായി തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത് എന്നാണ് ആരോപണം. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നേരത്തെ മമതാ ബാനർജിയുടെ മരുമകനും തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ലോക്സഭയിലെ പാർട്ടി നേതാവുമായ അഭിഷേക് ബാനർജിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തിരുന്നു. ഈ സമയത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചത്. അഭിഷേക് ബാനർജി ആണെങ്കിൽ തൊട്ട് മുമ്പ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വളരെ പ്രകോപനപരമായ പ്രസംഗമാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ നടത്തിയത്. അതേപോലെ തന്നെ BSF-നും CISF-നും എതിരായിട്ടൊക്കെ നടത്തിയത്. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് വന്നാൽ പലരും ഹൃദയം പൊട്ടി മരിക്കും. അപ്പോൾ അവരെയൊക്കെ സംസ്കരിക്കാൻ വലിയ ഇലക്ട്രിക് കമ്മിറ്റേറിയങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് തുടങ്ങിയ പ്രകോപനപരമായ പ്രസംഗമായിരുന്നു അഭിഷേക് ബാനർജി നടത്തിയിരുന്നത്. എന്നാൽ ഈ ഭീഷണി പ്രസംഗം നടത്തിയ അഭിഷേക് ബാനർജി തന്നെ ഇലക്ഷന് ശേഷം ജനങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന സംഭവമാണ് കണ്ടത്. അവർ ആരോപിച്ചു, മമതാ ബാനർജി ആരോപിച്ചത് BJP-ആണ് ഇതിന് പറയിൽ എന്നാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ മുൻ MLA ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ലവ്ലി മൈത്ര എന്ന നേതാവിന്റെ അനുയായികളാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഭൂരിഭാഗം പേരും ആ MLA-യുടെ അനുയായികളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനകത്ത് വലിയ ഭിന്നതയുണ്ട് എന്ന് വരുന്നത്. നേരത്തെ തന്നെ ഒരു BJP നേതാവ് പറഞ്ഞിരുന്നു 50 MLA-മാരും 20 MP-മാരും BJP-യുടെ കൂടെ വരും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മമതാ ബാനർജിയുമായി ഏറ്റവും അടുപ്പമുള്ള ശോഭോദേവ് ഭട്ടാചാര്യയും ആ ശോഭോദേവ് ഭട്ടാചാര്യയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് മമതാ ബാനർജി ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ളൊരു കത്താണ് അവർ സ്പീക്കർക്ക് നൽകിയത്. ഈ കത്തിനകത്ത് 70 MLA-മാരാണ് ഒപ്പിട്ടിരുന്നത്. പക്ഷേ ഇതിൽ 14 MLA-മാരുടെ ഒപ്പ് വ്യാജമാണ് എന്ന പരാതിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ MLA-മാരായ സന്ദീപൻ സാഹയും ഋതബ്രത ബാനർജിയും സ്പീക്കർക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 MLA-മാർ ബഹ്റുൽ ഇസ്ലാം, അരൂപ് റോയ്, സുഭാഷിത് ദാസ് എന്നിവർ നേരിട്ടെത്തി ഇത് തങ്ങളുടെ ഒപ്പല്ല എന്നവർ, അതായത് തങ്ങളുടെ പേരിൽ നൽകിയ ഒപ്പ് തങ്ങളുടെ ഒപ്പല്ല എന്നവർ പറഞ്ഞിരിക്കുകയാണ്. അതിലൊരാൾ പറഞ്ഞു താൻ ആ യോഗത്തിനെ പോയിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു CID അന്വേഷണവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിലെ MLA-മാരുടെ പേരിൽ വ്യാജ ഒപ്പിട്ടുകൊണ്ട് ഒരു കത്ത് സ്പീക്കർക്ക് നൽകി എന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ആരോപണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന് മുൻകൈയെടുത്ത 2 നേതാക്കന്മാരെ 2 MLA-മാരെ തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയത്. അത് സന്ദീപൻ സാഹയും ഋതബ്രത ബാനർജിയുമാണ്. ഇവരുടെ നേതൃത്വത്തിൽ ഇവർ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിലെ ഹോട്ടലിൽ വെച്ചിട്ട് യോഗം ചേരുകയും 50 MLA-മാർ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കണം അല്ലെങ്കിൽ പാർട്ടി നിയമസഭാ കക്ഷി നേതാവാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 80 തൃണമൂൽ കോൺഗ്രസ് MLA-മാരിൽ 50 പേർ ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ പോരാട്ടം തുടരുകയാണ് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കുനാൽ ഘോഷ് പറയുന്നത് ഇവരൊക്കെ തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വം അംഗീകരിച്ചാണ് മത്സരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്? തൃണമൂൽ കോൺഗ്രസിനോട് വിയോജിപ്പുണ്ടെങ്കിൽ എന്തിനാണ് അവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഋതബ്രത ബാനർജിയും അതേപോലെ തന്നെ സന്ദീപൻ സാഹിയൊക്കെ മത്സരിച്ചത് എന്ന ചോദ്യമാണ് കുനാൽ ഘോഷ് ഉന്നയിക്കുന്നത്. ഏതായാലും MLA-മാരിൽ നല്ലൊരു വിഭാഗം പാർട്ടി നേതൃത്വത്തിനെതിരാണെന്ന് മനസ്സിലായി. കാരണം
ഋതബ്രത ബാനർജി വലിയ ഗുരുതരമായ കുറ്റമാണ് മമതാ ബാനർജിയുടെ മരുമകനായ അഭിഷേക് ബാനർജിക്കെതിരായിട്ട് ആരോപിക്കുന്നത്. അഭിഷേക് ബാനർജിയാണ് പാർട്ടിയിലെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത്. അതേസമയത്ത് ഋതബ്രത ബാനർജിക്കെതിരായിട്ടുള്ള പരാമർശമായിട്ട് മമതാ ബാനർജി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഋതബ്രത ബാനർജി 2014 മുതൽ 2020 വരെ CPMന്റെ MP ആയിരുന്നു, രാജ്യസഭ MP ആയിരുന്നു. അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ആ പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ഒരു നേതാവായിരുന്നു ഋതബ്രത ബാനർജി. ഇപ്പോൾ പോലും അദ്ദേഹത്തിന് 46 വയസ്സും മാത്രമേ ഉള്ളൂ. അതായത് 34 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം MP ആവുന്നത്, രാജ്യസഭ MP ആവുന്നത്. രാജ്യസഭ MP ആവാനുള്ള പ്രായം തന്നെ 30 വയസ്സാണ്. അന്ന് രാജ്യസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MPമാരിൽ ഒരാളായിരുന്നു ഋതബ്രത ബാനർജി. CPMന്റെ കരുത്തുറ്റ ഒരു യുവജന മുഖമായിരുന്നു. പക്ഷെ അദ്ദേഹം പാർട്ടി നേതൃത്വമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാച്ചൊക്കെ ആഡംബര വാച്ചാണെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അതേപോലെ തന്നെ ചില സ്ത്രീകളുടെ പേരിൽ ചില പരാതിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നടപടിയെടുക്കാൻ കാരണം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് സീതാറാം യെച്ചൂരിയും മറുഭാഗത്ത് പ്രകാശ് കാരാട്ടുമാണ് പാർട്ടിയിലെ ഭിന്നത. അവർ രണ്ടുപേരുമാണ് പോരാട്ടം നടത്തുന്നത്. അതിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയുമായിട്ട് വളരെ അടുപ്പമുള്ള നേതാവാണ് ഋതബ്രത ബാനർജി ആ സമയത്ത്. പക്ഷേ യെച്ചൂരിക്ക് പാർട്ടിയിൽ ഭൂരിപക്ഷമില്ല. അങ്ങനെ ഭൂരിപക്ഷമില്ലാത്തൊരു സെക്രട്ടറിയാണ് യെച്ചൂരി എന്നുള്ള രീതിയിലാണ് അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ആ സമയത്താണ് അദ്ദേഹം പാർട്ടി വിടുന്നത്. അങ്ങനെ 2017 അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കുന്നത്. പിന്നീട് ഒരു അൺഅറ്റാച്ച്ഡ് അംഗമായിട്ട് 2020 വരെ ഋതബ്രത ബാനർജി പാർട്ടി തുടരുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പരാമർശമാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. അതായത് CPM നിന്ന് വന്ന ആളുകളെ താൻ അറിയാതെ വിശ്വസിച്ചെടുത്തുപോയി, അവരെ എടുക്കാൻ പാടില്ലായിരുന്നു ഋതബ്രത ബാനർജി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മമതാ ബാനർജി പരാമർശം നടത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഋതബ്രത ബാനർജി വളരെ കഴിവുള്ള ഒരു നേതാവാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനായ INTTUC, അതായത് ഇന്ത്യൻ നാഷണൽ തൃണമൂൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ RG-കർ മെഡിക്കൽ കോളേജ് സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പ്രമുഖ രാജ്യസഭാ അംഗം രാജിവെച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാക്കി ടേമിലേക്ക് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് ഇദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടുപേരെയും മത്സരിപ്പിക്കുകയായിരുന്നു, സന്ദീപൻ സാഹയും ഋതബ്രത ബാനർജിയും. ഈ രണ്ടുപേരുമാണ് ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. 50 MLA-മാർ ഇവരുടെ കൂടെയുണ്ട് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് BJP നീങ്ങുന്നത്. ഇവരൊരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുകയും തൃണമൂലിലെ അഭിഷേക് ബാനർജിക്കെതിരായിട്ടും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുകയും ചെയ്യുന്നു. അതേ സമയത്ത് അവർ പ്രതിപക്ഷത്തിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കിട്ടാതിരിക്കുന്ന മുസ്ലിം വോട്ടുകളൊക്കെ പിടിക്കാനുള്ള ഒരു പാർട്ടി അവർക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു BJP വിരുദ്ധ പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് ഭരണവിരുദ്ധ പ്ലാറ്റ്ഫോമിലേക്ക് CPM വീണ്ടും കയറുമോ എന്ന ആശങ്കയും BJPക്കുണ്ട്. കാരണം കഴിഞ്ഞ ഫാൽത്ത ഉപതെരഞ്ഞെടുപ്പിൽ BJP 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചെങ്കിലും 40,000-ഓളം വോട്ട് നേടാൻ അവിടുത്തെ CPM സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ മത്സരരംഗത്ത് പിൻവാങ്ങിയത് കൊണ്ടായിരിക്കാം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിനാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ ചെയ്യാൻ വേണ്ടി ഭരണകക്ഷിയിൽ നിന്ന് മുൻ ഭരണകക്ഷിയിൽ നിന്ന്, ഇപ്പോഴത്തെ പ്രധാന പ്രതിപക്ഷത്തിൽ തെറ്റി വന്ന ഒരു വിഭാഗത്തെ നിർത്തുകയും അവരെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്യുന്നൊരു തന്ത്രമാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായിട്ട് ഉള്ള ഒരു ആരോപണം അവർ ഋതബ്രത ബാനർജിക്കെതിരെ നടത്തിയിരിക്കുന്നത്. നിത്യേന BJP നേതാക്കന്മാരായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഋതബ്രത ബാനർജി. അപ്പോൾ BJPയാണ് തൃണമൂൽ കോൺഗ്രസിലെ ഈ പിളർക്കാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ മമത പറയുന്നത് പാർട്ടി പ്രവർത്തകരൊക്കെ തൻ്റെ കൂടെയാണ്, താൻ പോരാട്ടം തുടരും എന്നാണ് പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കുകയാണെങ്കിൽ അത് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 50 MLA-മാരുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരിക്കലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം ആകെ 80 MLA-മാരിൽ 50 പേരും ഇവരുടെ കൂടെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മമതയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട മമതയ്ക്ക് വീണ്ടും പാർട്ടി പോലും തൻ്റെ കൈവശത്ത് നിന്ന് പോകുന്നു എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.